ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 98ാമത്തെ സൂറത്തും 30-ാം ജുസയിൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 21ാമത്തെ സൂറത്തുമായ സൂറത്തുൽ ബയ്യിനയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബയ്യിന എന്ന് പറഞ്ഞാൽ വ്യക്തമായത് അല്ലെങ്കിൽ വ്യക്തമായ തെളിവ് എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറത്തിൽ ആകെ 8 ആയത്തുകളാണുള്ളത്. 8 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. സൂറത്തു ഷർഹ്, സൂറത്തു തീൻ, സൂറത്തു സൽസല, സൂറത്തു തകാസുർ, പിന്നെ ഈ സൂറത്തും. ഈ സൂറത്ത് മക്കിയ ആണോ മദനിയ ആണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം ഏതാണ് എന്ന കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ഈ ഒരു സൂറത്തെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ആയത്തുകളുടെയും അവസാനം ഹ് എന്നുള്ള ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്. അതായത് ഒരു സുക്കൂനുള്ള ഹ പറയുന്ന ആ ഒരു ഉച്ചാരണത്തിലാണ് എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത്. നമുക്കിന്ന് ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ 5 ആയത്തുകൾ പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലസീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫം മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ വമാ തഫറഖൽ ലസീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തിൻ്റെ തുടക്കം ലം യകുനിൽ ലസീന കഫറൂ. ലം യക്കുൻ, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആയിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ മുളാരിയായിട്ടുള്ള രൂപമാണ് യക്കൂനു. യക്കൂനു എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യക്കുൻ എന്നാവും. ലം യക്കുൻ എന്ന് പറയുമ്പോൾ ആയിട്ടില്ല, ആയിരുന്നില്ല എന്നൊക്കെയാണ് അർത്ഥം. ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അല്ലസീന കഫറു, കഫറ അവിശ്വസിച്ചു, നിഷേധിച്ചു. കഫറു അവർ അവിശ്വസിച്ചു, അവർ നിഷേധിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവർ എന്നർത്ഥം കിട്ടും. അല്ലസീന കഫറു അവിശ്വസിച്ചവർ, അല്ലെങ്കിൽ നിഷേധിച്ചവർ, സത്യനിഷേധികൾ, അവിശ്വാസികൾ. ലം യക്കുനിൽ ലസീന കഫറു അവിശ്വാസികൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ സത്യനിഷേധികൾ ആയിരുന്നില്ല. മിൻ അഹ്ലിൽ കിതാബി, അഹ്ൽ എന്ന് പറഞ്ഞാൽ ആളുകൾ. അഹ്ലിൽ കിതാബ്, കിതാബിൻ്റെ ആളുകൾ. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. അൽ കിതാബ് എന്ന് പറയുമ്പോൾ വേദഗ്രന്ഥം. അപ്പോൾ അഹ്ലുൽ കിതാബ് വേദഗ്രന്ഥത്തിൻ്റെ ആൾ, അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ. മിൻ അഹ്ലിൽ കിതാബി വേദഗ്രന്ഥത്തിൻ്റെ ആളുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളിൽ നിന്നുള്ള. ശരിക്കും ഇവിടെ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളായ എന്നർത്ഥം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേദഗ്രന്ഥക്കാരായ, അല്ലെങ്കിൽ വേദക്കാരായ. വൽ മുശ്രിക്കീന, അശ്രക്ക എന്ന് പറഞ്ഞാൽ പങ്കു ചേർത്തു എന്നാണ്. മുശ്രിക്ക് പങ്കു ചേർക്കുന്നവൻ. മുശ്രിക്കൂൻ, മുശ്രിക്കീൻ എന്നൊക്കെ പറഞ്ഞാൽ പങ്കു ചേർക്കുന്നവർ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയാം. വൽ മുശ്രിക്കീന ബഹുദൈവ വിശ്വാസികളും, അല്ലെങ്കിൽ പങ്കു ചേർക്കുന്നവരും. അപ്പോൾ അതുവരെയുള്ള ആയത്തിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ലം യകുനിൽ ലസീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളും വേദഗ്രന്ഥക്കാരുമായ അവിശ്വാസികൾ ആയിരുന്നില്ല. എന്തായിരുന്നില്ല? മുൻഫക്കീന. ഫക്ക എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തി എന്നാണ്. ഇൻഫക്ക എന്ന് പറഞ്ഞാൽ വേർപ്പെട്ടു എന്നാണ്. മുൻഫക്ക് വേർപ്പെടുന്നവൻ. മുൻഫക്കൂൻ, മുൻഫക്കീൻ എന്നൊക്കെ പറഞ്ഞാൽ വേർപ്പെടുന്നവർ. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, ഹത്താ വരെ. തഅതിയഹും, അതാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അതിൻ്റെ മുളാരിയാണ് യഅ്തി, തഅ്തി എന്നൊക്കെ. വരും, വരുന്നു എന്നാണ് അർത്ഥം.
ഹത്ത എന്ന് വരുമ്പോൾ തെത്തിയ എന്നാവും. ഹത്ത തെത്തിയ, വരുന്നത് വരെ. ഹും അവർക്ക് വരുന്നത് വരെ. എന്ത്? അൽ ബയ്യിന. ബയ്യിന എന്ന് പറഞ്ഞാൽ വ്യക്തമായത് അല്ലെങ്കിൽ വ്യക്തമായ തെളിവ്. ഇതാണ് ഈ ഒരു സൂറത്തിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത്. ആദ്യ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന അൽ ബയ്യിന എന്നുള്ള പദം. അപ്പോൾ ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ, ലം യകുനില്ലസീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅ്തിഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവ് വരുന്നത് വരെ ബഹുദൈവ വിശ്വാസികളും വേദഗ്രന്ഥക്കാരുമായ അവിശ്വാസികൾ വേർപെട്ടു പോകുന്നവരായിരുന്നില്ല, അല്ലെങ്കിൽ വേർപ്പെടുന്നവരായിരുന്നില്ല. അടുത്തായത് റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുത്തഹറ. റസൂലുൻ അതായത് ദൂതൻ, അല്ലെങ്കിൽ ഒരു ദൂതൻ. മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്. റസൂലും മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ. യത്ലു, തലാ എന്ന് പറഞ്ഞാൽ ഓതിക്കൊടുത്തു അല്ലെങ്കിൽ പിന്തുടർന്നു എന്നൊക്കെയാണ്. അതിൻ്റെ മുളാരിയാണ് യത്ലു, ഓതിക്കൊടുക്കും, ഓതിക്കൊടുക്കുന്നു, പിന്തുടരും, പിന്തുടരുന്നു. യത്ലു സുഹുഫൻ, സുഹുഫൻ, സൊഹൈഫത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുഹുഫ്. സൊഹൈഫത്ത് എന്ന് പറഞ്ഞാൽ ഏട് അല്ലെങ്കിൽ പേജ്, സുഹുഫ് ഏടുകൾ അല്ലെങ്കിൽ പേജുകൾ. അപ്പോൾ യത്ലു സുഹുഫൻ, ഏടുകൾ പിന്തുടരുന്ന അല്ലെങ്കിൽ ഏടുകൾ ഓതിക്കൊടുക്കുന്ന. എങ്ങനെയുള്ള ഏടുകളാണ്? മുതഹറത്തൻ, പവിത്രമാക്കപ്പെട്ട അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ. പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ. അടുത്തായത് ഫിഹ കുതുബുൻ ഖയ്യിമ. ഫിഹ അതിലുണ്ട് അല്ലെങ്കിൽ അവയിലുണ്ട്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഹ എന്ന് പറഞ്ഞാൽ അത്. ഫിഹ അതിലുണ്ട് അല്ലെങ്കിൽ അവയിലുണ്ട്. കുത്തുബുൻ, കിതാബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുത്തുബ്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, ഗ്രന്ഥം, രേഖ. ഇവിടെ രേഖ അല്ലെങ്കിൽ പ്രമാണം എന്നൊക്കെയാണ് അർത്ഥം. കുത്തുബുൻ രേഖകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ. ഖയ്യിമത്തുൻ, ഖയ്യിമത്തുൻ എന്ന് പറഞ്ഞാൽ ചൊവ്വായ അല്ലെങ്കിൽ ശരിയായ, നേരായ അല്ലെങ്കിൽ ബലവത്തായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫീഹ കുത്തുബുൻ ഖയ്യിമ. അവയിൽ ചൊവ്വായ രേഖകളുണ്ട് അല്ലെങ്കിൽ അവയിൽ ബലവത്തായ ശരിയായ രേഖകളുണ്ട്. അടുത്തായത് വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ. വമാ തഫറക്ക, വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. മാ തഫറക്ക, തഫറക്ക എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു എന്നാണ്. മാ തഫറക്ക ഭിന്നിച്ചിട്ടില്ല. വമാ തഫറക്ക ഭിന്നിച്ചിട്ടുമില്ല. എന്നർത്ഥമാണ് വാവിന് കൊടുക്കുക. അല്ലദീന ഊത്തുൽ കിതാബ. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. നേരത്തെ നമ്മൾ അത്ത എന്ന് പഠിച്ചു. അത്ത എന്നാവുമ്പോൾ വന്നു എന്നാണ്. ആത്ത എന്നാവുമ്പോൾ നൽകി എന്നാണ്. അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് ഊത്തിയ, നൽകപ്പെട്ടു. അതിൻ്റെ ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ ഊത്തൂ, അവർ നൽകപ്പെട്ടു. അതിന് മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അല്ലസീന ഊത്തു, നൽകപ്പെട്ടവർ എന്നർത്ഥം കിട്ടും. അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ. അപ്പോൾ അല്ലസീന ഊത്തു, നൽകപ്പെട്ടവർ. എന്ത് നൽകപ്പെട്ടവർ? അൽ കിതാബ, വേദഗ്രന്ഥം. വമാ തഫറഖല്ലസീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടുമില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹും, ഇല്ല അല്ലാതെ. മിൻ ബഅദി ശേഷം, അവിടെ ശേഷത്തിൽ നിന്ന് എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഒരു പദപ്രയോഗമാണ്, സായിദായിട്ട് വന്നു എന്നാണ് അതിന് പറയാം. മിൻ ബഅദി അത് ശേഷം തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മിൻ ബഅദി ശേഷം. അപ്പോൾ ഇല്ലാ മിൻ ബഅദി ശേഷമല്ലാതെ. മാ ജാഅത്ഹും, ജാഅ വന്നു, ജാഅത്ത് എന്ന് പറഞ്ഞാലും വന്നു. അത് സ്ത്രീലിംഗാക്കി പറഞ്ഞതാണ്. എന്തുകൊണ്ട് സ്ത്രീലിംഗാക്കി എന്നൊക്കെ നമുക്ക് അവസാനം ഗ്രാമർ പറയുമ്പോൾ പറയാം. അപ്പോൾ ജാഅത്ത് വന്നു. ജാഅത്ത് ഹും അവർക്ക് വന്നു. അതിൻ്റെ മുമ്പിൽ മാ എന്നുണ്ട്, അത് യാതൊന്ന് എന്നർത്ഥത്തിൽ. മാ ജാഅത്ത് ഹും അവർക്ക് വന്നത്. അപ്പോൾ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ത് ഹും എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നതിന് ശേഷമല്ലാതെ. എന്ത്? അൽ ബയ്യിന, വ്യക്തമായത് അല്ലെങ്കിൽ വ്യക്തമായ തെളിവ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വമാ തഫറഖല്ലസീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവ് വന്നതിന് ശേഷമല്ലാതെ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടുമില്ല. അടുത്തായത് വമാ ഉമിറു ഇല്ലാലി അബ്ദുല്ലാഹ. വമാ ഉമിറു, അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു എന്നാണ്. ഉമിറ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. മജ്ഹൂൽ രൂപമാണ്.
ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടു, മാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, വമാ ഉമിറു വാവ് അത്തഫിൻ്റെ വാവ്, വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല, ഇല്ല അല്ലാതെ, ലി യഅ്ബുദു അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, യഅ്ബുദു ആരാധിക്കും ആരാധിക്കുന്നു, യഅ്ബുദൂന അവർ ആരാധിക്കും അവർ ആരാധിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ലി യഅ്ബുദൂന എന്നല്ല ലി യഅ്ബുദു എന്നാവും. അവർ ആരാധിക്കുന്നതിന് അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നതിന് വേണ്ടി, ഇല്ലാ ലി യഅ്ബുദു അവർ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ, ആരെ? അള്ളാഹുവിനെ അവർ ആരാധിക്കാനല്ലാതെ. മുഖ്ലിസീന അഖ്ലസ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാക്കി എന്നാണ്. മുഖ്ലിസ് നിഷ്കളങ്കൻ, മുഖ്ലിസീൻ എന്നൊക്കെ പറഞ്ഞാൽ നിഷ്കളങ്കർ അല്ലെങ്കിൽ നിഷ്കളങ്കരായവർ. ഇവിടെ അത് ഹാലിൻ്റെ രൂപത്തിലാണ് വന്നത്. അപ്പോൾ നിഷ്കളങ്കരായ രൂപത്തിൽ എന്ന ആ നിഷ്കളങ്കരായ അവസ്ഥയിൽ എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക. ലഹു അവന്, അദ്ദീന കീഴ്വണക്കത്തെ അല്ലെങ്കിൽ മതത്തെ. അപ്പോൾ മുഖ്ലിസീന ലഹുദ്ദീന നിഷ്കളങ്കരായി കീഴ്വണക്കം അവന് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ കീഴ്വണക്കത്തെ മതത്തെ നിഷ്കളങ്കരാക്കിക്കൊണ്ട്. ഹുനഫാ ഹനീഫ് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഹുനഫാ. ഹനീഫ് എന്ന് പറഞ്ഞാൽ നേരായ മനസ്സുള്ളവൻ, ഋജു മനസ്കൻ എന്ന് പറയാം. അതിൻ്റെ ബഹുജനമാണ് ഹുനഫാ, ഋജു മനസ്കർ, നേരായ മനസ്സുള്ളവർ. വ യുഖീമു സ്വലാത്ത അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി എന്നാണ്. യുഖീമു നിലനിർത്തുന്നു മുതാരിയാണ്. യുഖീമൂന അവർ നിലനിർത്തുന്നു. വ യുഖീമൂന അവർ നിലനിർത്തുകയും ചെയ്യുന്നു. ശരിക്കും അതിൻ്റെ മുമ്പിൽ ലീ ഉണ്ട്, അത് നമുക്ക് ഗ്രാമറുടെ സമയത്ത് പറയാം. അപ്പോൾ അവസാനത്തെ ആ നൂന് പോവും, വ യുഖീമു എന്നാവും. അവർ നിലനിർത്തുകയും ചെയ്യാൻ. എന്ത്? അസ്വലാത്ത നിസ്കാരത്തെ. വ യുഅ്തു സക്കാത്ത, വ യുഅ്തു ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്, നേരത്തെ നമ്മൾ പഠിച്ചു. അതിൻ്റെ മുതാരി യുഅ്തി നൽകുന്നു. അതിൻ്റെ ബഹുവചന രൂപം യുഅ്തൂന അവർ നൽകും. ഇതിൻ്റെയും മുമ്പിൽ ശരിക്കും ലീ ഉണ്ട്, അപ്പോൾ യുഅ്തു എന്നാവും, അവസാനത്തെ നൂന് പോവും. ഗ്രാമറുടെ സമയത്ത് പറയാം. വ യുഅ്തു നൽകുവാനും, അസ്സക്കാത്ത സക്കാത്ത്, വദാലിക ദീനുൽ ഖയ്യിമ അതാകുന്നു ഏറ്റവും നേരായ മതം, അല്ലെങ്കിൽ അതാകുന്നു ഏറ്റവും ബലവത്തായ മതം, അല്ലെങ്കിൽ അതാകുന്നു ഏറ്റവും നേരായ മാർഗത്തിലുള്ള മതം. ശരി, നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നു, ലം യകുനില്ലസീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ അവിശ്വാസികൾ അവർ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ആരാണ് ഈ വേദക്കാർ? വേദക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത പ്രവാചകന്മാരുടെ അനുയായികൾ. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തൗറാത്ത് നൽകി, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സബൂർ നൽകി, അതേപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇഞ്ചീൽ നൽകി. അപ്പോൾ ഇവരൊക്കെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ്. അവരുടെ അനുയായികളെയാണ് അഹ്ലുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയുമാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ അള്ളാഹു കൃത്യമായിട്ട് ഈ രണ്ട് കൂട്ടരെയും വേറെ വേറെ പറയുന്നുണ്ട്. ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ തന്നെയാണ്. എങ്കിലും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് കൂട്ടരെയും അള്ളാഹു വേറെ വേറെയാണ് എണ്ണാറുള്ളത്. അഹ്ലുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അല്ലെങ്കിൽ വേദത്തിൻ്റെ ആളുകൾ എന്ന രൂപത്തിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറയുമ്പോൾ അത് വേറെ തന്നെ പറയും. അതല്ലാത്ത ബഹുദൈവ വിശ്വാസികളെ, അങ്ങനെയുള്ളവരെ പറയുമ്പോൾ അത് വേറെയും പറയും. കാരണം അള്ളാഹുവിൻ്റെ ആ ഒരു വേദഗ്രന്ഥം നൽകിയ സമയത്ത് ആദ്യമൊക്കെ അവരതനുസരിച്ച് ജീവിച്ചവരാണ് പലരും. പിന്നെ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചവരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ഥാനം അവർക്ക് നൽകാറുണ്ട്. ശരി, എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഈ ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ, രണ്ടു കൂട്ടരും സത്യനിഷേധികളാണ്. അങ്ങനെയുള്ളവർ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ. എന്താണ് ഈ വ്യക്തമായ തെളിവ്? അത് അടുത്ത ആയത്തിലാണ് പറയുന്നത്. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫം മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു ദൂതൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ. അതാണ് വ്യക്തമായ തെളിവ്.
അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ, ഒരു റസൂല്, അങ്ങനെ ഒരു റസൂല്, ആ റസൂല് വന്നെത്തുന്നത് വരെ, വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ദൂതൻ വന്നെത്തുന്നത് വരെ അവർ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. എന്തിൽ നിന്ന് വേർപെട്ടു പോരുന്നവരായിരുന്നില്ല? അവരത്രയും കാലം ചെയ്തിരുന്നത് എന്താണോ ആ കാര്യത്തിൽ നിന്ന് വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. അവരെന്തൊക്കെയാണോ ചെയ്തിരുന്നത്, അവരുടെ മതത്തിലുള്ള കാര്യങ്ങളിൽ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അവർ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത്, ആ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന്, അവരുടെ അവിശ്വാസത്തിൽ നിന്ന് വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. ഏതുവരെ? വ്യക്തമായ തെളിവ് അവർക്ക് വന്നെത്തുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രവാചകൻ വന്നെത്തുന്നത് വരെ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ അവർക്ക് വന്നെത്തുന്നത് വരെ, അതുവരെ അവർ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. ഈ ആയത്തിന് മറ്റൊരു അർത്ഥം കൂടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട് ഒരു പ്രവാചകൻ്റെ വരവിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തമായ തെളിവ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിക്കും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ അഭിപ്രായത്തിൽ നിന്ന് അവർ വേർപെട്ടു പോയി. പ്രവാചകൻ വന്നപ്പോൾ, പ്രവാചകൻ വരുന്നത് വരെ അവർ ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവർ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. ഒരു വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരെ, ഒരു പ്രവാചകൻ അവരിലേക്ക് വരുന്നത് വരെ അവർ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല. അവരുടെ ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ഒരു പ്രവാചകൻ വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രവാചകൻ വന്നതിന് ശേഷം അവരുടെ അഭിപ്രായത്തിൽ നിന്ന് വേർപെട്ടു പോയി. അപ്പോൾ വ്യക്തമായ തെളിവ്, അല്ലെങ്കിൽ പ്രവാചകൻ വന്നെത്തുന്നത് വരെ അവരുടെ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. വ്യക്തമായ തെളിവ് വന്നതിന് ശേഷം അവരതിൽ നിന്ന് വേർപെട്ടു പോയി. അതുവരെ വേർപെട്ടു പോയിട്ടില്ല. അങ്ങനെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അവർ ആ ഒരു പ്രവാചകനെ അംഗീകരിക്കാതിരുന്നത്? അതിൻ്റെ കാരണം അവരുടെ ഗോത്രത്തിൽപ്പെട്ട പ്രവാചകനായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാരണം. അവരുടെ ഗോത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും. ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയാണ് ഹാജറ ബീവി. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയാണ് സാറ ബീവി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് മക്കയിലും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് ഫലസ്തീനിലുമായിരുന്നു. ഇതിൽ ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു വംശപരമ്പരയിൽ കൂടുതൽ പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ല. അതിൽ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു വംശപരമ്പരയിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പലർക്കും വേദഗ്രന്ഥമൊക്കെ കിട്ടിയിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതൊക്കെ ആ ഒരു വംശപരമ്പരയിൽ വന്നതാണ്. അവരെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബനു ഇസ്രായേൽ വംശപരമ്പരയിൽപ്പെട്ട ആളല്ല, അല്ലെങ്കിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു വംശപരമ്പരയിൽപ്പെട്ട ആളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവരുടെ ഗോത്രത്തിൽ, അവരുടെ വംശപരമ്പരയിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത് അംഗീകരിക്കാൻ കുറച്ചൊരു പ്രയാസം. അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ തന്നെയാണ് പ്രവാചകനായിട്ട് അവർക്ക് ലഭിക്കുക എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർക്കത് അംഗീകരിക്കാൻ പ്രയാസമായി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അവർ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ വേദഗ്രന്ഥത്തിൽ പലതും കടത്തിക്കൂട്ടി അവരങ്ങനെ അത് ജീവിക്കുമായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ, അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു പ്രവാചകനല്ല വന്നത്. അതിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതിൽ തെറ്റുകളും ശരികളുമുണ്ട്, തെറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരിലേക്ക് ഒരു പ്രവാചകൻ വന്നപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ പ്രവാചകനെ അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ അവരിൽ പലരും കൂട്ടാക്കിയില്ല. ഇനി അള്ളാഹു പറയാണ്, റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുത്തഹറ. അവരിലേക്ക് വന്ന വ്യക്തമായ തെളിവ് എന്താണ് എന്ന് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ പാരായണം ചെയ്തു കൊടുക്കുന്ന, ഓതിക്കൊടുക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ. റസൂൽ എന്നാണ് പറഞ്ഞത്. ഈ നബി അതേപോലെ റസൂൽ, ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അള്ളാഹു നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരെയും നമുക്ക് നബിമാർ എന്ന് പറയാം. പക്ഷേ എല്ലാ നബിമാരും റസൂലുകളല്ല. എല്ലാ പ്രവാചകന്മാരെയും മൊത്തത്തിൽ നബിമാർ എന്ന് പറയുമെങ്കിലും അവരിൽ അള്ളാഹു ചില പ്രത്യേക ദൗത്യങ്ങളുമായി അയച്ചവരെയാണ് റസൂൽ എന്ന് പറയുന്നത്. അതിൽ പലർക്കും വേദഗ്രന്ഥമൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്.
ഇനി യത്ലു സുഹഫൻ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ പാരായണം ചെയ്തു കൊടുക്കുന്ന, ഓതി കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുത്തും വായനയും അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഓതി കൊടുക്കുന്നത്? അതിൻ്റെ വ്യാഖ്യാനം ശരിക്ക് ഈ സുഹഫൻ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളിലാണ് ഇവ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളിൽ നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്തുകൾ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ യത്ലു സുഹഫൻ മുത്തഹറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളിലുള്ള ആ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്ന എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളിലാണ് അവയുള്ളത്, അത് ആളുകൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്ന, ആ ഏടുകൾ നോക്കി പാരായണം ചെയ്യുന്ന എന്നല്ല. ആ ഏടുകളിലാണ് അവ ഉള്ളത്, അല്ലെങ്കിൽ അവിടെയാണ് ഉണ്ടായിരുന്നത്, അതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്, അതാണ് ആളുകൾക്ക് ഓതി കൊടുക്കുന്നത്. മറ്റൊരു അർത്ഥം യത്ലു എന്നുള്ളതിന് പിന്തുടരുന്ന എന്നർത്ഥമുണ്ട്. അപ്പോൾ യത്ലു സുഹഫൻ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ആ ഏടുകളെ പിന്തുടരുന്ന എന്ന് പറഞ്ഞാൽ ആ ഖുർആനിൻ്റെ വചനങ്ങളെ പിന്തുടരുന്ന. എന്താ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് ജീവിതം കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് വെറുതെ ഈ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ യത്ലു എന്ന് പറയുമ്പോൾ പിന്തുടരുന്നു എന്നർത്ഥമുണ്ട്, ഓതി കൊടുക്കുന്നു എന്നർത്ഥമുണ്ട്. ആ ഒരു വചനങ്ങളെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ അക്ഷരങ്ങളെ പിന്തുടരുക എന്നുള്ള ആ രൂപത്തിലൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങളെ പിന്തുടർന്ന് പോകാണല്ലോ, അപ്പോൾ അങ്ങനെയും പറയാം. ഏതായാലും അത് ആളുകൾക്ക് ഓതി കൊടുക്കുന്നു, അത് ജീവിതം കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് ലഭിച്ചു, അതാണ് വ്യക്തമായ തെളിവ്. ഫിഹ കുത്തുബുൻ ഖയ്യിമ, ആ ഒരു സുഹഫിനെ കുറിച്ച് പറയാണ്. ആ സുഹഫ് അല്ലെങ്കിൽ ഏടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിഹ അവയിലുണ്ട്, ആ ഏടുകളിലുണ്ട് കുത്തുബുൻ ഖയ്യിമ, വ്യക്തമായ ശരിയായ ബലവത്തായ പ്രമാണങ്ങളുണ്ട്, രേഖകളുണ്ട്. പരിശുദ്ധ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ നല്ലത് എന്ന് പറഞ്ഞത് അത് നല്ലതല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പരിശുദ്ധ ഖുർആനിൽ നല്ലതല്ല എന്ന് പറഞ്ഞൊരു കാര്യം അത് നല്ലതാണ് എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഉദാഹരണം എടുത്ത് നോക്കുക, മദ്യം നിഷിദ്ധമാക്കി, മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ ചൂതാട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ലതാണ് എന്ന് ശരിക്കും നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മദ്യം കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നോ സമൂഹത്തിന് നല്ലതാണെന്നോ ഏതെങ്കിലും തരത്തിൽ അത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ എതിർക്കാൻ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ കഴിയൂല. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്, അത് സമൂഹം അംഗീകരിക്കും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അത് തെറ്റാണ്, അത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരമാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചൂതാട്ടങ്ങളോ മറ്റുള്ള പലിശയോ അങ്ങനെയുള്ള ഏത് കാര്യമാവട്ടെ, അത്തരം കാര്യങ്ങളെ അത് ഏറ്റവും നല്ലതാണ്, അതൊരിക്കലും നിഷേധിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയൂല. അപ്പോൾ ഫിഹ കുത്തുബുൻ ഖയ്യിമ, അതിൽ വ്യക്തമായ ബലവത്തായ ശരിയായ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ശരിയായ രേഖകൾ ആ ഒരു ഏടുകളിലുണ്ട്, ആ വചനങ്ങളിൽ ഉണ്ട്. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, വ്യക്തമായ തെളിവ് വന്നതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. ആര്? ഊത്തുൽ കിതാബ്, ആ ഒരു വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെപ്പറ്റി മാത്രമാണ് ഈ ഒരു 4-ാമത്തെ ആയത്തിൽ പറയുന്നത്, അതായത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും. അവർ വ്യക്തമായ തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമല്ലാതെ ഭിന്നിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത്. അതുവരെ അവർ ചെയ്തിരുന്ന തെറ്റുകളിൽ അങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു. അപ്പോൾ വ്യക്തമായ തെളിവ് അവർക്ക് വന്നെത്തിയതിന് ശേഷം ചിലരൊക്കെ അതിൽ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അപ്പോൾ അവർ ഭിന്നിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ് 5-ാമത്തെ ആയത്തിൽ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വ യുഖീമു സ്വലാത്ത വ യൂതു സക്കാ വദാലിക ദീനുൽ ഖയ്യിമ. ശരിക്കും ഈ ആയത്താണ് ഈ സൂറത്തിൻ്റെ മർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇതിലൂടെ പറയുന്നത്? അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തിനല്ലാതെ? അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, നേരായ മനസ്സോടുകൂടി,
കീഴ്വണക്കം അള്ളാഹുവിന് നൽകി നിഷ്കളങ്കരായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത്. ശരിക്ക് ഇതേ കാര്യം അവരുടെ കയ്യിലുള്ള ആദ്യ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ആ വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അത് അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട്. അതുതന്നെയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത്. ഇത് അവരോട് മാത്രമല്ല, ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളോടെല്ലാവരോടുള്ള കൽപ്പനയാണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ? അള്ളാഹുവിനെ നിഷ്കളങ്കരായ രൂപത്തിൽ നമ്മൾ ആരാധിക്കണം. നിഷ്കളങ്കരായിക്കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു കളങ്കവുമില്ലാതെ, അതായത് ആത്മാർത്ഥതയോടുകൂടി. അപ്പോൾ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കണം. മാത്രവുമല്ല വയുഖീമു സ്വലാത്ത വയുത്തു സക്കാത്ത്, നിസ്കാരം നിലനിർത്തലും സക്കാത്ത് നൽകലും ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അതൊന്ന് എടുത്തു പറഞ്ഞു. ഇവിടെ വയുഖീമു സ്വലാത്ത എന്നാണ് പറഞ്ഞത്. നിസ്കാരം നിലനിർത്തുക എന്നാണ്, നിസ്കാരം നിർവഹിക്കുക എന്നല്ല. കാരണം നിസ്കാരം നിർവഹിക്കലും നിസ്കാരം നിലനിർത്തലും തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുന്ന ആളെയും നിസ്കാരം നിർവഹിക്കുന്നവൻ എന്ന് പറയാം. പക്ഷേ നിസ്കാരം നിലനിർത്തുന്നവൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് മുടങ്ങാതെ തന്നെ ചെയ്യുന്നവനായിരിക്കണം. നമ്മൾ ഒരു തൂണ് എവിടെയെങ്കിലും നിലനിർത്തണമെങ്കിൽ ആദ്യം അതവിടെ സ്ഥാപിക്കണം, എന്നാലേ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അതേപോലെ നിസ്കാരം നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിസ്കാരത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്ഥാപിക്കണം, എന്നാലേ നമുക്ക് നിസ്കാരം നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പം മനസ്സിൽ ആ നിസ്കാരത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിസ്കാരത്തെ മനസ്സിൽ സ്ഥാപിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മുടങ്ങാതെ അത് നിലനിർത്താൻ സാധിക്കും. വയുത്തു സക്കാത്ത, സക്കാത്ത് നൽകാനും. അപ്പോൾ സക്കാത്ത് നൽകലും ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറഞ്ഞു. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ സക്കാത്ത് നൽകുന്ന കാര്യം കൂടെ പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ആ നിസ്കാരത്തിന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം പലപ്പോഴും നമ്മൾ സക്കാത്തിന് കൊടുക്കാറില്ല. ഏതെങ്കിലും ഒരു കല്യാണാലോചനയൊക്കെ വരുന്ന സമയത്ത് ഒരു കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ നിസ്കാരവും സക്കാത്തും ഒക്കെ ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ശരിക്കും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തിൻ്റെ കൂടെ അധിക സ്ഥലങ്ങളിലും സക്കാത്തിനെയാണ് എണ്ണിയത്. അപ്പോൾ ആ സക്കാത്തിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും സക്കാത്ത് എന്നുള്ളത് അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ, അത് നമ്മുടെ സമ്പത്ത് ചിലവാകുന്ന കാര്യമാണല്ലോ. അതേസമയത്ത് നിസ്കാരം എന്നുള്ളതിന് സാമ്പത്തികമായ ചിലവൊന്നുമില്ല, അത് ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. സക്കാത്ത് എന്നുള്ളത് സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചിലവാക്കുന്നൊരു കാര്യമായതുകൊണ്ട് പലപ്പോഴും ആ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അത് വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു എടുത്തു പറഞ്ഞു ആ ഒരു കാര്യം ഇവിടെ. ശരി, വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ മതം, അതാണ് നേരായ മതം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ നിഷ്കളങ്കരായിക്കൊണ്ട് ആരാധിക്കണം. അതിൽ തന്നെ നിസ്കാരവും സക്കാത്തും എടുത്തു പറയുകയും ചെയ്തു അള്ളാഹു. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതാണ് ശരിയായ മതം. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ലം യകുനിൽ ലസീന കഫറു മിൻ അഹ്ലി, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നു, ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. മിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന, അവിടെ റാഇന് കസ്ർ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മുശ്രിക്കീന മുഫക്കിന, ഫാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. മുഫക്കീന ഹത്ത തഅ്തിയഹുമുൽ ബയ്യിന, ബയ്യിനത്തു എന്നാണ് അതിൻ്റെ അവസാനത്തെ ആ ഒരു താഇനെ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് ഉച്ചരിക്കുക, ബയ്യിന. ഇനി പറയാൻ പോകുന്ന ആയത്തുകളുടെ അവസാനത്തിലും സുക്കൂനുള്ള ഹ ആക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതായത് മുതഹറ, ഖയ്യിമ, അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ആയത്ത് റസൂലും മിനല്ലാഹി, റസൂലുൻ തെൻവീന് വന്നു, ശേഷം മീമാണ്. തെൻവീന് ശേഷം മീമ് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ റസൂലും മിന, റസൂലും മിന, മിനല്ലാഹി യത്ലു സുഹുഫൻ, അവിടെ തെൻവീന് വന്നു, ശേഷം മീമാണ്. തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന, സുഹുഫം മുതഹറ. ഫീഹ കുതുബുൻ ഖയ്യിമ, തെൻവീന് ശേഷം ഖാഫ് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ കുതുബുൻ ഖയ്യിമ. വമാ തഫറഖൽ ലസീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ആ സുക്കൂനുള്ള നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അതിനെ ഇഖ്ലാബ് എന്ന് പറയും. അതിനെ സൂചിപ്പിക്കാൻ ഒരു മീമ് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പം മിൻ എന്നല്ല മിം, മീമിൻ്റെ ശബ്ദമാണ് വരേണ്ടത്. മിം ബഅദി മാ ജാഅ, അവിടെ മദ്ദിന് ശേഷം ഹംസ വന്നു, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്.
ഒരേ പദത്തിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ അതിനെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം, നിർബന്ധമായിട്ട് നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ ജാഅത് ഹുമുൽ ബയ്യിന വമാ ഉമിറു. അവിടെ മാ എന്നുള്ള മദ്ദിന് ശേഷം ഹംസ വന്നു, പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ്. മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. വമാ ഉമിറു. ഉമിറൂ ഇല്ല എന്നെടുത്താലും ഇതേ നിയമം. കാരണം ഉമിറൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, ഇല്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ. മദ് മുൻഫസിൽ. ഉമിറൂ ഇല്ല ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന. ലഹു എന്നുള്ളിടത്ത് ഹ ഉൽമിർ വന്നു. അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തില്ല. ശേഷം ഏതാണ്? അദ്ദീന എന്നുള്ളിടത്ത് ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷദ്ദുള്ള ദാലാണ്. ആ ദാലിനെ പിരിച്ചെഴുതിയാൽ സുക്കൂനുള്ള ദാലാണ് ആദ്യം വരിക. അപ്പോൾ സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ ഹ ഉൽമീറിൻ്റെ ലഹു എന്നുള്ളതിൻ്റെ ആ അവസാനത്തിലുള്ള ഹ ഉൽമീറിന് ശേഷം വരുന്ന അക്ഷരത്തിന് ഹർക്കത്തില്ല എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അതിനെ നീട്ടാൻ പാടില്ല, ലഹു എന്നേ പറയൂ. ലഹുദ്ദീന ഹുനഫാ. ഹുനഫാ എന്നുള്ളത് ഒറ്റപ്പദമാണ്. ആ ഒറ്റപ്പദത്തിൻ്റെ ഉള്ളിൽ തന്നെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. ഹുനഫാ വയുഖീമു സ്വലാത്ത വയുതു സക്കാ. അവിടെ നമുക്ക് കാണാം ഒരു ജീമ്. അവിടെ പാരായണം നിർത്താതെയും ഓതാൻ രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. നിർത്തുകയാണെങ്കിൽ സക്കാ, അവിടെ സക്കാത്ത് എന്നുള്ള രൂപത്തിലല്ല, സക്കാ സുക്കൂനുള്ള ഹ ആക്കിയിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള ക എന്നുള്ള നീട്ടലിനെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ വയുതു സക്കാത്ത വദാലിക്ക അങ്ങനെ ഓതിപ്പോവാം. വദാലിക്ക ദീനുൽ ഖയ്യിമ. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുതുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിമ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലം യകുൻ, കാന എന്നുള്ളതിൻ്റെ മുളാരിയാണ് യകൂനു. ഈ മുളാരിയായിട്ടുള്ള ക്രിയകളുടെ മുമ്പിൽ ലം വന്നാൽ ആ മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയുക. സാധാരണഗതിയിൽ ജസ്മ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ സുക്കൂന് കൊടുക്കുക ചെയ്യുക. ഉദാഹരണത്തിന് യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം ചേർത്താൽ ലം യക്തുബ് എന്നാണ് ആവുക. എന്നാൽ യകൂനു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം ചേരുമ്പോൾ അവസാനത്തെ നൂന് സുക്കൂനിടുമ്പോൾ യകൂൻ എന്നാവും. അപ്പോൾ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്നു. ഏതൊക്കെയാണ്? അവസാനത്തെ നൂന് നമ്മൾ സുക്കൂൻ ഇപ്പോൾ കൊടുത്തു, തൊട്ട് മുമ്പൊരു നീട്ടലാണ്. ആ നീട്ടൽ എന്ന് പറഞ്ഞാൽ സുക്കൂനിൻ്റെ അടയാളമാണ്, അല്ലെങ്കിൽ സുക്കൂനായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അവിടെ 2 സുക്കൂനുകൾ വന്നു, അതിൽ ആ ഒരു നീട്ടലങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ യക്കുൻ എന്നാവും. അപ്പോൾ ലം യക്കുൻ എന്നാണ് അവിടെ ശരിക്ക്. ഇനി എന്തുകൊണ്ട് ലം യക്കുനി എന്നായി? അവിടെ ലം യക്കുൻ എന്നിട്ട് കഴിഞ്ഞാൽ നൂനിൻ്റെ സുക്കൂന് അവിടെ വരും. പിന്നെ അല്ലസീന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷദ്ദുള്ള ലാമാണ്. ആ ഷദ്ദുള്ള ലാമിനെ പിരിച്ചെഴുതിയാൽ സുക്കൂനുള്ള ലാം ആദ്യം വരും. അപ്പോൾ അവിടെ യക്കുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, അല്ലസീന എന്നുള്ളതിൻ്റെ തുടക്കത്തിലും സുക്കൂന്. അങ്ങനെയാവുമ്പോൾ ആദ്യത്തെ സുക്കൂനെ മാറ്റണം. അതാണ് യക്കുനി എന്നാക്കാനുള്ള കാരണം. അപ്പോൾ ലം യക്കുനിൽ ലസീന കഫറു മിൻ അഹ്ലി. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനും കൊണ്ടോ. അതുകൊണ്ടാണ് അഹ്ലി എന്നെഴുതിയത്. അവസാനത്തിൽ കസറിട്ടത് ആ മിന്ന് വന്നതുകൊണ്ടാണ്. ഇനി അഹ്ലിൽ കിതാബ് എന്ന് എടുക്കുകയാണെങ്കിൽ അഹ്ലുൽ കിതാബ് എന്നുള്ളത് മുലാഫിന് ഇലൈഹി പദപ്രയോഗമാണ്. അഹ്ൽ എന്നുള്ളത് മുലാഫാണ്, അൽ കിതാബ് എന്നുള്ളത് മുലാഫിന് ഇലൈഹിയാണ്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെയാണ് മുലാഫിന് ഇലൈഹി എന്ന് പറയുക. അതിനെപ്പോഴും ഇറാബ് ജറായിരിക്കും. അപ്പോൾ ഇവിടെ കിതാബിലേക്കാണ് ചേർത്തത്, അതാണ് മുലാഫിന് ഇലൈഹി. അതിന് ഇറാബ് ജറ് കൊടുക്കണം. എങ്ങനെ കൊടുക്കുക? കിതാബി, അവസാനത്തിൽ കസറിട്ടു. അപ്പോൾ ആ കസറിടാനുള്ള കാരണം അത് മുലാഫിന് ഇലൈഹി ആയതുകൊണ്ടാണ്. ഇനി അഹ്ലുൽ കിതാബ് എന്നാണ് ശരിക്ക് വേദക്കാർ എന്നുള്ളതിന് പറയാം. എന്തുകൊണ്ട് അഹ്ലു എന്നെഴുതാതെ അഹ്ലി എന്നെഴുതി? അതിൻ്റെ മുമ്പിൽ മിൻ വന്നതുകൊണ്ടാണ്. വൽ മുശ്രിക്കീന, മുശ്രിക്കൂന എന്നുള്ളതിനെ എന്തുകൊണ്ടാണ് മുശ്രിക്കീന എന്നാക്കിയത്? അതിനും ജറ് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം ആ മിൻ എന്നുള്ളത് ഇങ്ങോട്ടും ബാധക. മിൻ അഹ്ലിൽ കിതാബി
വമിനൽ മുശ്രിക്കീന, അവിടെയും ശരിക്കൊരു മിന്നുണ്ട്, പക്ഷേ ആ മിന്ന് മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ മുശ്രിക്കൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ മുശ്രിക്കീന എന്നായതാണ്. അപ്പോൾ നമുക്ക് പറയാം ഇത് തൊട്ട് മുമ്പുള്ളതിലേക്ക് മാത്തൂഫ് ചേർക്കപ്പെട്ടതാണെന്ന് പറയാം. ഇനി മുൻഫക്കീന, ശരിക്കും മുൻഫക്കൂന എന്ന് പറയാതെ മുൻഫക്കീന എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം അതിന് നെസ്ബ് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം അത് ഹാലിൻ്റെ രൂപത്തിലാണ് എഴുതിയത്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് മുൻഫക്കീന വന്നത്. അപ്പോൾ മുൻഫക്കീന എന്നുള്ളതിൻ്റെ അർത്ഥം പറയുമ്പോൾ വേറിടുന്നവരായിക്കൊണ്ട് ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം കിട്ടുക. ഹത്താ തെത്തിയഹും, തെത്തി എന്നുള്ള മുതാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ഹത്ത വന്നപ്പോൾ ആ തെത്തി എന്നുള്ളതിന് നെസ്ബ് കിട്ടി. അപ്പോൾ തെത്തിയ എന്നാക്കി എഴുതി. അതാണ് ഹത്ത തെത്തിയ എന്നാവാനുള്ള കാരണം. ഹത്ത തെത്തിയഹുമുൽ ബയ്യന. ആ ബയ്യന എന്നുള്ളത് ശരിക്കും അവിടെ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്, കർത്താവാണ്. ഹത്ത തെത്തിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ എന്ത്? അൽ ബയ്യന, വ്യക്തമായ തെളിവ്. അപ്പോൾ വ്യക്തമായ തെളിവ് ആണ് അവിടെ ഫായിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ്. റസൂലും മിനല്ലാഹി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് മിനല്ലാഹി, അള്ളാഹു എന്നുള്ളതിന് അവസാനത്തിൽ കസറിട്ടുള്ള കാരണം മിൻ വന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് മിന എന്നാക്കി മിൻ എന്നുള്ളതിന്? കാരണം മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, അള്ളാഹു എന്നുള്ള ആ ഒരു പദത്തിൻ്റെ ആദ്യത്തെ ഉച്ചരിക്കുന്ന അക്ഷരം ലാമിന് ഷദ്ദുള്ളതാണ്. അതിനെ പിരിച്ചെഴുതുമ്പോൾ സുക്കൂനുള്ള ലാമ് വരും. ആ സുക്കൂനും മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള സുക്കൂനും അടുത്തടുത്ത് വരുമ്പോൾ ആദ്യത്തെ സുക്കൂനെ മാറ്റും. അങ്ങനെയാണ് മിന എന്നാക്കിയത്. യത്ലു സുഹുഫൻ, യത്ലു പാരായണം ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന, എന്തിനെ? സുഹുഫൻ, ഏടുകളെ. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമാണ്. അതിനെപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് സുഹുഫൻ എന്ന് ഫത്ത് തൻവീനിട്ട് എഴുതിയത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ സുഹുഫിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുത്തഹറ. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടും. അപ്പോൾ സുഹുഫൻ, മുത്തഹറത്തൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, വിശേഷണമായതുകൊണ്ട്. ഫിഹ കുത്തുബുൻ ഖയ്യിമ, ഈ കുത്തുബുൻ ഖയ്യിമ എന്നെടുക്കുകയാണെങ്കിൽ കുത്തുബ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്, സിഫത്താണ് ഖയ്യിമത്തുൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതുക. അപ്പോൾ കുത്തുബുൻ അതിൻ്റെ അവസാനത്തിൽ ലംബ് തൻവീനാണ്, അതായത് റഫ് ആണ്. ഖയ്യിമത്തുൻ അതിൻ്റെയും അവസാനത്തിൽ ലംബ് തൻവീന, റഫ് ആണ്. അപ്പോൾ രണ്ടും റഫ് കിട്ടിയ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി കുത്തുബുൻ എന്നുള്ളത് സ്ത്രീലിംഗാണ്. കാരണം ഈ ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപം സ്ത്രീലിംഗമായിട്ടാണ് കൂട്ടുക. അപ്പോൾ കുത്തുബുൻ, പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപമാണല്ലോ, അത് സ്ത്രീലിംഗാണ്. അതുകൊണ്ട് തന്നെ ഖയ്യിമത്തുൻ അതും സ്ത്രീലിംഗ രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തായത് വമാ തഫറഖല്ലസീന ഊത്തുൽ കിതാബ, ഊത്തു അവർക്ക് നൽകപ്പെട്ടു, അല്ലെങ്കിൽ അവർ നൽകപ്പെട്ടു. എന്തിനെ? അൽ കിതാബ വേദഗ്രന്ഥത്തെ. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമാണ്. അതിന് നെസ്ബാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് കിതാബ എന്ന അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതിയത്. ഇല്ല മിൻ ബഅദി, അവിടെ മിൻ ഹർഫ് ജറാണ്, അതുകൊണ്ട് ബഅദി എന്ന് ചെറു കിട്ടിയ രൂപത്തിൽ എഴുതി. മാ ജാഅത്ഹും അൽ ബയ്യിന, ഇവിടെയും ആ ബയ്യിന എന്നുള്ളത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്, അല്ലെങ്കിൽ കർത്താവാണ്. ജാഅത്ഹും അവർക്ക് വന്നെത്തുക എന്ന് പറയുമ്പോൾ എന്ത് വന്നെത്തുക? അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. അപ്പോൾ അതവിടെ ഫായിലാണ്. വമാ ഉമിറു ഇല്ലാ ലി യഅ്ബുദുല്ലാഹ, അവിടെ ലി യഅ്ബുദു എന്നെടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവിടെ യഅ്ബുദൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നതാണ്. അങ്ങനെയുള്ള ലീ വരുമ്പോൾ അതിന് ശേഷം ഒരു അൻ മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക. ലി അൻ എന്നാണ് ശരിക്കും അവിടെ. അപ്പോൾ അൻ വരുമ്പോൾ മുതാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. അതുകൊണ്ട് യഅ്ബുദൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞിട്ടാണ് നെസ്ബ് കൊടുക്കുക. അപ്പോൾ ലി യഅ്ബുദു, ശരിക്കും അത് ലി അൻ യഅ്ബുദു എന്നാണ്. അർത്ഥം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആരാധിക്കുവാൻ വേണ്ടി, ആരാധിക്കുവാൻ ഒരു ആൻ എന്നുള്ള അർത്ഥം വരും, അത് അന്ന് വരുന്നുണ്ട്. അപ്പോൾ ലി അൻ യഅ്ബുദു എന്നാണ് ശരിക്ക്. ഇനി ഇതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് വയുഖീമു, അതേപോലെ വയുത്തു എന്നൊക്കെ വന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ലീ അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ, ഇവിടെ പറഞ്ഞ ഈ ലീ അവിടെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. വ ലി യുഖീമു, അതേപോലെ വ ലി യുത്തു, അവിടെയൊക്കെ നമ്മൾ ആ ലീ അതിനെ വിചാരിക്കണം. അങ്ങനെയാവുമ്പോൾ യുഖീമൂന എന്നുള്ളതിന് നെസ്ബ് കിട്ടും, അങ്ങനെ യുഖീമു എന്നാവും. യുത്തൂന എന്നുള്ളതിന് നെസ്ബ് കൊടുക്കുമ്പോൾ യുത്തു എന്നാവും. ശരി, ഇവിടെ പറഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി മുഖ്ലിസീന, അത് ഹാലിൻ്റെ അവസ്ഥയുടെ പദമാണ്. മുഖ്ലിസീന നിഷ്കളങ്കരായ രീതിയിൽ, നിഷ്കളങ്കരായിക്കൊണ്ട്. ലഹുദ്ദീന ഹുനഫാ, അതും ഹാലാണ്, ഹുനഫാ നേരായ മനസ്സുള്ളവരായിക്കൊണ്ട്. വയുഖീമു സ്വലാത്ത, വയുഖീമു നിലനിർത്തുകയും, എന്ത്? അസ്വലാത്ത നിസ്കാരത്തെ. അപ്പോൾ ആ നിസ്കാരം എന്നുള്ളത് ഒബ്ജക്റ്റാണ്, മഫ്ഊലും ബിഹിയാണ്, കർമാണ്. അതിന് നെസ്ബ് കൊടുക്കണം. അതുകൊണ്ടാണ് സ്വലാത്ത അവസാനത്തിൽ ഫത്ത് ഇട്ടത്. വയുത്തു സക്കാത്ത, വയുത്തു നൽകുകയും, അസ്സക്കാത്ത സക്കാത്തിനെ. അപ്പോൾ അതും മഫ്ഊലും ബിഹിയാണ്, അതുകൊണ്ടാണ് സക്കാത്ത അവസാനത്തിൽ ഫത്ത് ഇട്ടത്. വസാലിക ദീനുൽ ഖയ്യിമ, ദീനുൽ ഖയ്യിമ എന്നെടുത്താൽ നേരായതിൻ്റെ മതം. അപ്പോൾ ആ
ഖയ്യിമ എന്നുള്ളതിലേക്ക് ദീനിനെ ചേർത്തിരിക്കുകയാണ്. മുലാഫിൻ ഇലഹിയാണ്. അതുകൊണ്ട് ഖയ്യിമ എന്നുള്ളതിന് ജറ് കിട്ടും. മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. അതുകൊണ്ടാണ് ഖയ്യിമത്തി എന്നെഴുതിയത്. ദീൻ എന്നുള്ളത് മുലാഫാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 5 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.